بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അന്നഹ്വു തത്ബീഖിയുടെ അടുത്ത ക്ലാസ്സിൽ സംഗമിച്ചിരിക്കുകയാണ്. അള്ളാഹു കൂടുതൽ ബോധവും അറിവും നൽകുമാറാവട്ടെ. പുതിയൊരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. നേരത്തെ പുതിയ വിഷയമായിരുന്നു എങ്കിലും രണ്ടാമത്തെ ക്ലാസ് ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ ഒരു അനുബന്ധം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു പോയിരുന്നു. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ, എന്നാൽ നിങ്ങൾക്ക് മറ്റൊരർത്ഥത്തിൽ പരിചയമുള്ളൊരു വിഷയമാണ്. നിങ്ങൾ ഒരു പക്ഷേ ഇതിലൂടെ ചിലപ്പോൾ ഒറ്റയ്ക്ക് കടന്നു പോയിട്ടുണ്ടാവാം. ഈ ഇടയ്ക്ക് വെച്ചുണ്ടായ ചെറിയൊരു ഗ്യാപ്പിൽ എന്താവട്ടെ, നമ്മൾ പറയാനിരിക്കുന്ന വിഷയം അൽ മുബ്തദ വൽ ഖബർ എന്ന അധ്യായമാണ്. ആരെങ്കിലും നേരത്തെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാവുന്നതാണ്. മുബ്ത അല്ലെങ്കിൽ ഖബർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലരും കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ചിലർക്കെങ്കിലും വളരെ സ്പഷ്ടമായി അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഫായില്, ഫീല്, മഫ്ഊല് പഠിച്ചല്ലോ. അതിൻ്റെ മറ്റൊരു പകർപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മുബ്ത ഖബർ. മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്തായിരിക്കും? ബദ അല്ലേ? ബദ പറഞ്ഞാൽ തുടങ്ങി. ചിലപ്പോൾ എവിടുന്നെങ്കിലൊക്കെ ആ പദം കേട്ടിട്ടുണ്ടാവും അല്ലേ? അബ്ദ ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബിൽ ആബിദി സല്ലാ അലാ മുഹമ്മദിൻ വൽ ആലി വസ്സലാമുല്ലാഹ്. പാട്ടുകൾ പാടിക്കൊള്ളിട്ടോ. പക്ഷേ ആ അബ്ദഉ ബദഉ തുടങ്ങുക, ആരംഭിക്കുക, ആരംഭം എന്ന് നമ്മൾ ചെറുതായിട്ട് മനസ്സിലാക്കിയാൽ മതി. മുബ്തദ. ഖബർ ഇൻഷാ അല്ലാഹ് വിശദീകരണം വരും. ഖബറിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? ഖബർ എന്ന് പറഞ്ഞാൽ ഖബറല്ല, അത് നമുക്ക് അറിയണമായിരിക്കും. ഖബർ വാർത്ത, വർത്തമാനം എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു ആരംഭം, എന്തെങ്കിലും ഒരു വിഷയം വേണമല്ലോ. ഒരു വിഷയം വേണം, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയണം, അത്ര തന്നെ ഉള്ളൂ. മൊബൈൽ, ഒരാൾ പറഞ്ഞു മൊബൈൽ എന്ന് പറഞ്ഞാൽ വെറുതെ മൊബൈൽ എന്ന് പറയില്ലല്ലോ. അപ്പോൾ ജുംല മുഫീദാവില്ല. അപ്പോൾ ഭംഗിയുള്ളതാണ്. അപ്പോൾ മൊബൈലിനെ കുറിച്ചിട്ടുള്ള സംസാരം അവിടെ കഴിഞ്ഞു. ഉസ്താദ്, എന്ത് ഉസ്താദ്? ഉസ്താദ് ഭയങ്കരമാണ് കേട്ടോ. ആ പുസ്തകത്തിനെ പറ്റിയുള്ള വർത്താനായി. അപ്പോൾ മുബ്തയും ഖബറും ഇത്രയേ ഉള്ളൂ. ഫീൽ ഉണ്ടാവില്ല അതിൽ. തൽക്കാലം അങ്ങനെ മനസ്സിലായിക്കോളി. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് മുബ്തദ, എന്താണ് ഖബർ, എന്താണ് അതിൻ്റെ ഇറാബ്? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഒന്നുകൂടിയും നമ്മൾ തന്നെ ഈ വിഷയത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്കിതിന് വല്ല ജുംല ഉദാഹരണം പറയാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ആലോചിക്കുന്നത്. നമ്മൾ നേരത്തെ മഫ്ഊലുൻ ബിഹി പഠിച്ചപ്പോൾ നമുക്കറിയാം, ഉദാഹരണം നിങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിന് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞാൻ ചെറിയ ക്ലൂ തന്നാൽ സാധിക്കൂലേ? നമ്മളെ വാഫിയിൽ നമ്മൾ അഡ്മിഷൻ കിട്ടി. അങ്ങനെ നമ്മളെ നഹ്വ് തത്ബീഖ് തുടങ്ങി. ആദ്യത്തെ പാഠം ഈ നഹ്വുൽ വാളിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് കടന്നിട്ടു. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ബുക്കിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും രണ്ടാമത്തെ ബ്ലോക്ക്. ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ഉദാഹരണം എല്ലാവർക്കും അറിയുന്ന ഉദാഹരണമാണ്.
എന്തായിരുന്നത്? അൽ ബുസ്താനു ജമീലുൻ അല്ലേ? അതിൽ ഫീലുണ്ടോ, ഫായിലുണ്ടോ? നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചത് ഫീല് ഫായില് മഫ്ഊലാണല്ലോ, പക്ഷേ അതിലെവിടെ? ഓക്കെ, അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ, തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മുബ്തദ വൽ ഖബർ, അപ്പോൾ ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഒരു തുടക്കം, അതിൻ്റെ ഒരു പര്യവസാനം, അങ്ങനെ തൽക്കാലത്തെ ഒരു സൗകര്യത്തിന് വേണ്ടി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്നു അൽ ബുസ്താനു ജമീലു, നമ്മൾ നേരത്തെ പഠിച്ച് നമുക്ക് പരിചയമുള്ളതാണ്. ഇതിലെവിടെ ഫീല്? ഫായിലുണ്ടോ? ഫീലുണ്ടെങ്കിലേ ഫായിൽ ഉണ്ടാവുള്ളൂ. ഫായിലുണ്ടെങ്കിൽ ഫീൽ നിർബന്ധമാണ്. മഫ്ഊലുൻ ബിഹി നിർബന്ധമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇവിടെയാണ് നമ്മളുടെ വിഷയം, നമ്മുടെ ഇന്നത്തെ ചർച്ച കടന്നു വരുന്നത്. അൽ ബുസ്താനു ജമീലുൻ, നമ്മൾ അന്ന് ആദ്യത്തിൽ പഠിച്ചത് മുബ്ത, തുടക്കമാണ്. അൽ ബുസ്താൻ മുബ്താൻ, ജമീലുൻ ഖബറാണ്. അപ്പോൾ ബുസ്താൻ എന്താണ് എന്ന് നമുക്കുള്ളൊരു വിവരം പറയുന്ന ആൾ നൽകുന്നു, മനോഹരമാണ്. അപ്പോൾ ഒരു കാര്യം, അതിനെക്കുറിച്ച് നമ്മളൊരു ചെറിയൊരു കമൻറ്റ് നടത്തുന്നു, അതവിടെ അർത്ഥം അങ്ങോട്ട് പൂർത്തിയാവുന്നു, അപ്പോൾ അതിനെ ഖബർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇറാബിലേക്ക് കടന്നു വരാനുണ്ട്. നമ്മുടെ പ്രധാന വിഷയം അത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു ജുംല അതിൻ്റെ തൊട്ട് പിറകെ ആയിക്കൊണ്ട് ആ അധ്യായത്തിൽ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിങ്ങൾ പഠിച്ചിരുന്നു. എന്താണത്? അശംസു തോലിയാത്തുൻ അല്ലേ? അശംസു തോലിയാത്തുൻ, സൂര്യൻ ഉദിച്ചു എന്നല്ല, അങ്ങനെയാണ് തൊലാത്ത് എന്നാണ് പറയാം. അപ്പോൾ നമ്മളെന്തായി? ഫായിലായി, ഫീലുമായി. ഇത് അറബി ഭാഷയെ പഠിക്കുമ്പോൾ വലിയ അത്ഭുതമാണ്, അല്ലെങ്കിൽ മനോഹരമാണ്, രണ്ടും കൂടെ. നമുക്കത് പറയാനുള്ള സമയമല്ലല്ലോ ഇപ്പോൾ. പല രീതിയിലും സെൻറ്റൻസുകൾ വരുന്നു. ഒരുപക്ഷെ ലോകത്ത് മറ്റു പല ഭാഷകളിലും കാണാത്ത വിധം നമ്മൾ പല രീതിയിൽ രണ്ടു ഇസ്മാൻ അങ്ങനെ ജുംല വരുന്നു, നേരത്തെ ഫീല് ഇസ്മ അങ്ങനെ വരുന്നു, പല രീതിയിൽ വരുന്നു. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെയും എന്താണ്? അശംസു മുബ്തദ, തോലിയാത്തുൻ ഖബറാണ്. ഇപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഫീൽ എന്തായാലും അതിലില്ല അല്ലേ? തുടങ്ങി പറയുന്ന ഒരു ഇസ്മ അത്രയേ ഉള്ളൂ, അതിന് മുബ്ത എന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം പൂർത്തീകരിക്കുന്ന വിധം എന്ത് ചെയ്തു? മറ്റൊരു ഇസ്മ അവിടെ പ്രത്യക്ഷപ്പെടുന്നു, അതിനെ എന്ത് ചെയ്തു? ഖബർ എന്ന് പറയുന്നു. എന്ന് നമുക്ക് നമ്മളുടേതായ സൗകര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞുകൂടെ, പറയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇറാബ് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ ഇതിലൊക്കെ ഉള്ള മർമ്മം അതാണ്, ഇറാബാണ്. നേരത്തെ നമ്മൾ ഫായിലിക്ക് റഫായിരുന്നു, മഫ്ഊലുൻ ബിഹിക്ക് നസ്ബായിരുന്നു. ഇവിടെ മുബ്തയുണ്ട്, ഖബറുണ്ട്, രണ്ടിനും റഫാണ്, മാറൂലല്ലോ, രണ്ടും റഫാണ്. അപ്പോൾ നിങ്ങൾ അൽ ബുസ്താന എന്നല്ല, അൽ ബുസ്താനി എന്നുമല്ല, അൽ ബുസ്താനു ജമീലുൻ. അപ്പോൾ രണ്ടും റഫാണ് അതിൻ്റെ ഇറാബ്. ഒന്നൊരു പ്രാരംഭമായിരിക്കും, ഒന്നതിൻ്റെ പര്യവസാനമായിരിക്കും, അതിൻ്റെ അർത്ഥം പൂർത്തീകരിക്കും. അതിൻ്റെ ഖായിദയിലൂടെ നമുക്കത് കൃത്യമായി സ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖായിദയിലേക്ക് ശ്രദ്ധിക്കൂ. അൽ മുബ്തദ, മുബ്ത ഇസ്മുൻ മർഫൂൻ ഫി അവ്വലിൽ ജുംലത്തി, ജുംലയുടെ തുടക്കത്തിൽ വരുന്ന റഫ് ചെയ്യപ്പെട്ട ഇസ്മാണ്. ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് എല്ലാവർക്കും ഇത് ബൈഹാർട്ടായിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അൽ ബുസ്താൻ എന്ന ജുംലയുടെ തുടക്കത്തിലാണ് വരുന്നത്, റഫ് ആണ്, ഇസ്മാണ്, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇസ്മ എന്നാൽ സ്വാഭാവികമായിട്ടും അത് മുബ്തയാണ്. പിന്നെ അതിന് ചില കണ്ടീഷൻസോ നിബന്ധനകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും, അല്ലെങ്കിൽ നമുക്ക് പഠിക്കും. എന്നാൽ ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖബർ ഇസ്മുൻ മർഫൂൻ, സൈമൻ റഫ് തന്നെയാണ്, കണ്ടോ? ജമീലുൻ റഫ് ആണ്. പക്ഷേ യുക്കവ്വിനു മഅൽ മുബ്തദ ഈ ജുംലത്തുൻ മുഫീദത്തുൻ, മുബ്തയുടെ കൂടെ നിന്നുകൊണ്ട്, മുബ്ത വേണം എങ്കിലേ ഖബർ ഉണ്ടാവുള്ളൂ. എന്നിട്ട് രണ്ടും കൂടി ജുംല മുഫീദ, ഒരു പൂർണ്ണമായ വാക്യം നമുക്ക് ഉണ്ടാക്കിത്തരുന്നു. അപ്പോൾ വാക്യം പൂർണ്ണമാവുന്നില്ലെങ്കിൽ എന്താവില്ല? അത് ഖബറാവുന്നില്ല. അപ്പോൾ ഖബറിൻ്റെ പണി മുബ്തയെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുബ്തയും ഖബറും കൂടിയും കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ജുംല ജുംല മുഫീദയാകുന്നു എന്നർത്ഥം. അൽ ഖബർ ഇസ്മുൻ മർഫൂൻ യുക്കവ്വിനു മഅൽ മുബ്തദഇ
ജുംലത്തൻ മുഫീദത്തൻ, മുഫീദായ ജുംല ആര് നൽകുന്നു? ഈ നൽകുന്ന ഇസ്മ് മുബ്തയോട് കൂടെ മുബ്തയോട് ചേർന്നുകൊണ്ട് അതിനെ പൂർണ്ണമായ വാക്യം ജുംല മുഫീദ രൂപീകരിക്കുക, അതിനെ ഉണ്ടാക്കി തരുന്ന ഒരു ഇസ്മാണെന്ത്? ഖബർ. അപ്പോൾ ഖബർ ഉണ്ടായതുകൊണ്ടാണ് മുബ്തയ്ക്ക് എന്ത് ചെയ്യുന്നത്? പൂർണ്ണമായ അർത്ഥം കിട്ടുന്നത് എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് ഇനി 2 ഇസ്മുകൾ കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുബ്തയും ഖബർ അഥവാ ഒരു ജുംല ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കിതാബിലേക്ക് വരുന്നു. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. 1 അത്തുഫാഹത്തു ഹൽവത്തുൻ. നിങ്ങൾ ആപ്പിൾ, തുഫാഹത്താണ് ആപ്പിളാണ്, ഹൽവത്തുൻ മധുരമുള്ളതാണ്. ഹൽവത്ത് അത് തുഫാഹത്തായപ്പോൾ ഹൽവത്തായി നേരത്തെ നമ്മളങ്ങനെ ഫീൽ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ പഠിക്കും. അസ്സൂറത്തു ജമീലത്തുൻ. അസ്സൂറത്തു ഫോട്ടോ അല്ലെങ്കിൽ രൂപം, ജമീലത്തുൻ മനോഹരമാണ്, സുന്ദരമാണ്. ജമീലുൻ എന്നല്ല ജമീലത്തുൻ, അത് സൂറത്തായത് കൊണ്ടാണ് ഇന്ന് തൽക്കാലം മനസ്സിലാക്കുക. അടുത്ത ഉദാഹരണം അൽ ജറിയു മുഫീദുൻ. ജറി എന്ന് പറഞ്ഞാൽ സഞ്ചാരം അല്ലെങ്കിൽ ഓട്ടം എന്നൊക്കെ പറയാം. ജറായ ജിരി, പശംസുദ്ധ ജിരി, സൂര്യൻ ചലിക്കുന്നു അല്ലെങ്കിൽ സൂര്യൻ സഞ്ചരിക്കുന്നു. ഓട്ടം, സഞ്ചാരം. മുഫീദുൻ അതെന്താണ്? ഫലപ്രദമാണ്, ഗുണകരമാണ് എന്നർത്ഥം, ഫലം നൽകുന്നു, അതുകൊണ്ട് തന്നെ ഗുണം ഉണ്ടാവും. അടുത്ത അൽ ഖിത്താർ വണ്ടി. സരിയുൻ തീവണ്ടി. സരിയു എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഓടുന്നതാണ്. വേഗം ഓടി എന്നല്ല, അപ്പോൾ ഫീലാവും. സരിയുൻ ഇസ്മുഫായിലാണ് അല്ലെങ്കിൽ സിഫത്ത് മുഷബഹ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ചുരുക്കത്തിൽ സരിയുൻ വേഗത്തിൽ പോകുന്നതാണ്. അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുമല്ലോ, അപ്പോൾ അത് ഫീലായിട്ട് വരും. ഇത് ഇസ്മായിരിക്കും, രണ്ടും ഇസ്മായിരിക്കും. ഓക്കെ, അടുത്തത് അന്നലാഫത്തു വാജിബത്തുൻ. വൃത്തി. വൃത്തി നമ്മളെ ഒരു ഈമാനിൻ്റെ ഭാഗം കൂടിയാണല്ലോ. വൃത്തി വാജിബത്തുൻ നിർബന്ധമാണ്. അന്നലാഫത്തു വാജിബത്തുൻ മുബ്ത ഖബർ. ഓക്കെ, അടുത്തത് അൽ അർളു മുസ്തദീറത്തുൻ. അർള് പറഞ്ഞാൽ ഭൂമി, മുസ്തദീറത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ കറങ്ങുന്നത്, വലയം ചെയ്യുന്നത്, അതിനൊക്കെ മുസ്തദീറ എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു പോയ ഉദാഹരണങ്ങളുണ്ട്. അതാണ് നമ്മൾ അൽ ബുസ്താൻ ജമീലിനോടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മുബ്തയെ എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ സാധിക്കും. മുബ്ത എന്ന് പറയുന്നത് ഇസ്മുൻ മർഫൂൻ ഫി അവലിൽ ജുംലത്തി, അതായത് ജുംലയുടെ തുടക്കത്തിൽ വന്ന റഫ് ചെയ്യപ്പെട്ട ഇസ്മാകുന്നു മുബ്ത. എന്നാൽ ഖബറിൻ്റെ പണി എന്താ വെച്ചാൽ മുബ്തക്ക് എന്ത് ചെയ്യുന്നു? ഒരു പൂർണ്ണമായ മുബ്തയോട് കൂടെ പൂർണ്ണമായ അർത്ഥം നൽകി അതിനെ ഒരു ജുംല മുഫീദയാക്കി മാറ്റുക എന്നതാണ് ഖബറിൻ്റെ ജോലി. അത് രണ്ടിനും എന്തായിരിക്കും? റഫ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിൽ പഠിച്ചത്. ഓക്കെ, എല്ലാവരും ചെറിയ രീതിയിലൊന്ന് കണ്ണോടിക്കുക. നമ്മുടെ ഉദാഹരണങ്ങൾ, നമ്മളെ ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ഒന്ന് ഓടിച്ച് നോക്കുക. നമ്മൾ അവസാനത്തിലേക്ക് കടന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിതിന് വർക്ക് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. നമ്മളിങ്ങനെ കേട്ട് പോയാൽ അതങ്ങനെ ആ നിലയ്ക്ക് പോകും. അപ്പോൾ പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ചു പോയ പുസ്തകത്തിൽ നിന്ന്, തർബിയ ഇസ്ലാമിയാണ് നമുക്കൊരു ടെക്സ്റ്റ് ബുക്കായിട്ട് ഇപ്പോൾ ഉള്ളത്, അതിൽ നിന്ന് മിനിമം 3 എണ്ണമെങ്കിലും മുബ്തയും ഖബറയുമുള്ള ജുംലകൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ക്ലാസ് ഉസ്താദിന് വിഷയമെടുക്കുന്ന ഉസ്താദ് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ ഹദീസിലും മറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ചിലതിൽ നിങ്ങൾക്ക് മുബ്ത ഉണ്ടാവും, ഖബറിൽ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. മുബ്ത കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ ഖബർ വന്നോളണമെന്നൊന്നുമില്ല, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. മുബ്തയ്ക്ക് ശേഷമായിരിക്കും വരിക. പക്ഷേ ഇനിയും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിന് വിശദമായി പിന്നീട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണം സിബാബുൽ മുഅ്മിനി ഫുസൂഖുൻ. ഹദീസാണ്, എന്താ സിബാബാണ് അവിടെ മുബ്ത, അൽ മുഅ്മിന് മുബ്ത അല്ല, അലാ ഖബറല്ല, ഫുസൂഖുൻ. നിങ്ങൾ പഠിച്ചു പോയി. അപ്പോൾ ചുരുക്കത്തിൽ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കണ്ടെത്തുകയും അന്വേഷിക്കുകയും ആ രീതിയിൽ ജുംല ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ സജീവമാക്കുക എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്കും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.